നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. സീറോ മലബാർ സഭയുടെ ഒരു യുവ വൈദികൻ, പ്രത്യേകിച്ച് കാക്കനാട്ടു നിന്നുള്ള ഒരു വൈദികനാണ്. അദ്ദേഹം പറയുന്നത് നല്ല കത്തോലിക്കരുടെ ലക്ഷണങ്ങൾ കണ്ടാൽ തിരിച്ചറിയാമെന്നാണ്. നല്ല കത്തോലിക്കരായിരിക്കണം അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ഒരു ഒറ്റ ചോദ്യം. നല്ല കത്തോലിക്കരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് യുവ വൈദിക? പാപ്പാ വിരുദ്ധ സഭാവിരുദ്ധ മെത്രാന്മാർ നല്ല കത്തോലിക്കരാണോ? വിശ്വാസികളുടെ വിശ്വാസ തീഷ്ണത അളക്കുന്ന മീറ്റർ ആരുടെ കയ്യിലാണ് വൈദിക എന്നാണ് അദ്ദേഹത്തോട് ചോദിക്കുവാനുള്ളത്. ഇവിടെ സീറോ മലബാർ സഭയുടെ തന്നെ ഒരു യുവ വൈദികൻ പറയുന്നു, സഭയ്ക്കുള്ളിൽ ഛിദ്രശക്തികൾ ഒളിച്ചിരിപ്പുണ്ട്. സഭയെ തകർക്കുന്നത് പുറമേ നിന്നുള്ളവരല്ല, സഭയ്ക്ക് ഉള്ളിലുള്ള ട്രോജൻ കുതിരകളാണ് എന്നാണ് ഈ വൈദികൻ പറയുന്നത്. അവിടെ അദ്ദേഹം പ്രത്യേകിച്ച് ചില ആളുകളെ ഉദ്ദേശം വെച്ച് നേരിട്ട് പറയാതെ ചില സൂചനകൾ നൽകി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ചിലര് ഹിന്ദു മതത്തിൽ നിന്നും മുസ്ലിം മതത്തിൽ നിന്നും കടന്നു വരികയും മറ്റു ചിലർ മദ്യപാനികളായിട്ടുള്ള ചിലർ കടന്നു വരികയും കത്തോലിക്ക സഭയിൽ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയില് അവര് ആധിപത്യം ഉറപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. അവരെയൊക്കെ എന്നാ വിശ്വസിച്ചാണ് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുവാൻ ചുമതലപ്പെടുത്തുന്നത് എന്നൊക്കെയാണ് ഈ വൈദികൻ ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അന്തഛിദ്രം വരുത്തുകയാണ്, ക്ഷുദ്രജീവികൾ ആണ് എന്ന തരത്തിലുള്ള സംസാരമാണ് ഈ വൈദികൻ നടത്തുന്നത്. അപ്പോൾ അദ്ദേഹം ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന ആളുകൾ ആരൊക്കെയാണെന്നൊക്കെ നമുക്ക് മലയാളികൾക്ക് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. ആദ്യം നമുക്ക് ഈ വൈദികൻ പറയുന്നത് എന്ത് എന്ന് കേൾക്കാം, അതിനുശേഷം അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. പുരാതന ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുടെ യുദ്ധകഥകളിൽ ട്രോയ് നഗരത്തെ കീഴടക്കുന്ന ഒരു കഥയിൽ ഭാഗമാണല്ലോ ട്രോജൻ കുതിര എന്ന് പറയുന്ന ഒരു പരാമർശം തന്നെ. അത് പുറമേ നിന്ന് ആക്രമിച്ച് കീഴടക്കാൻ പറ്റാത്തതുകൊണ്ട് ഉള്ളിൽ ഒളിച്ചു വെച്ച പടയാളികൾ ഒരു കുതിരയ്ക്കുള്ളിൽ അതാണ് അതിന്റെ പ്രമേയം. ഈ ക്രൈസ്തവ വിശ്വാസത്തിനുള്ളിലും ഇങ്ങനെയുള്ള ചില ആളുകൾ പെടാൻ സാധ്യതയുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പുറമേ നിന്ന് ആക്രമിച്ച് കീഴടക്കുന്നതിനേക്കാൾ ഉള്ളിൽ അന്തചിത്രങ്ങൾ, അബദ്ധ പ്രബോധനങ്ങളിലൂടെ അന്തചിത്രങ്ങൾ വരുത്തിയിട്ട് ഈ സഭയെ ശിഥിലമാക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. എനിക്ക് ഉള്ള ഒരു സംശയം, ഈ ഒരു കാര്യത്തിൽ നമ്മുടെ സഭാ വിശ്വാസികൾ വേണ്ടത്ര ഗൗരവം കാണിക്കുന്നുണ്ടോ, ജാഗ്രത കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുറവാണെന്നുള്ളതാണ് അതിന്റെ ഉത്തരം പറയുന്നത്. നമ്മൾ ഇന്ന് കാണുന്നത്, എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ആരെയും വേദനിപ്പിക്കാനോ ആരെയും ടാർഗറ്റ് ചെയ്തിട്ടോ ഒന്നുമല്ല, വളരെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. ജോർജ്, നമ്മൾ ഇന്ന് കാണുന്ന ഈ സഭയിലെ പ്രസംഗങ്ങളും ക്ലാസ്സുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഒരാൾ ഹിന്ദു മതത്തിൽ നിന്നോ ഇസ്ലാം മതത്തിൽ നിന്നോ ഇനി അതുമല്ല പെന്റക്കോസ്റ്റൽ പ്രസ്ഥാനങ്ങളിൽ നിന്നോ ഒരാൾ പെട്ടെന്നൊരു ദിവസം ഒരു ധ്യാനം കൂടുകയോ കൺവേർട്ടഡ് ആയോ നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരുന്നു. അതുമല്ലെങ്കിൽ കള്ളു കുടിച്ചോ ഉഴപ്പി നടന്നോ ഒരു റൗഡിയായിട്ട് നടന്നോ ഒക്കെയുള്ള അവിശ്വാസത്തിൽ നടന്ന ഒരാൾ നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരുന്നു. നമ്മൾ പിറ്റേ ദിവസം ഈ ആൾക്ക് മൈക്കും ഒരു സദസ്സും കൊടുക്കുകയാണ്. ശരിയല്ലേ? ഈ ഒരു ജാഗ്രതയില്ലായ്മ എവിടെയാണ് നമ്മൾ കാണുന്നത്? ഈ വരുന്ന വ്യക്തി ഏത് ലക്ഷ്യത്തിൽ വരുന്നു? നമ്മൾ അയാളെ പഠിക്കുന്നുണ്ടോ? ഇനി അയാളുടെ മാനസാന്തരത്തിന്റെ ആഴത്തെക്കുറിച്ച് പരിശോധിച്ചറിയണ്ടേ? പ്രബോധനത്തിനുള്ള അവസരം അയാൾക്ക് പഠിപ്പിക്കാൻ, പ്രസംഗിക്കാനുള്ള അവസരം കൊടുക്കുന്നതിന് മുമ്പ് ഈസ് ഹിസ് കൺവേർഷൻ ഈസ് റിയൽ? ഈ ഒരു ചോദ്യം നമ്മൾക്ക് പരിശോധിക്കേണ്ടതല്ലേ? നമ്മൾ മാനസാന്തരങ്ങളുടെ വിലയെയോ അതിന്റെ പ്രാധാന്യത്തെയോ നിഷേധിക്കുകയല്ല ജോർജി. ഒരു സഭാ സംവിധാനം അതിന്റെ ആന്തരിക ബലത്തെ നിലനിർത്തുന്നതിന് പുറമേ നിന്ന് വരുന്നവർ ഏതുദ്ദേശത്തിൽ വരുന്നു, അവർ കാണിക്കുന്ന സ്നേഹത്തിന് എത്ര ആഴമുണ്ട്, അവരുടെ മാനസാന്തരം എത്ര യാഥാർത്ഥ്യമുള്ളതാണ്, അവർക്ക് സഭയുടെ പ്രബോധനവും വേദപുസ്തകവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം അറിവുണ്ട്, ഇത് പരിശോധിച്ച് ഉറപ്പുവരുത്തി ആദ്യം അവർ ഒരു ഉത്തമ കത്തോലിക്ക വിശ്വാസിയായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം കൊടുത്തതിന് ശേഷമാണ് പ്രബോധകരാകാനും മൈക്ക് കൊടുക്കാനും പാവപ്പെട്ട വിശ്വാസികളോട് സംസാരിക്കാനുള്ള വേദി ഒരുക്കാനും ചെയ്യേണ്ടത്. ഇതില്ലാതെ, ഈ ജാഗ്രതയില്ലാതെ പ്രവർത്തിക്കുന്നതിന്റെ ഫലം എന്താണ്? സഭയിൽ അബദ്ധ പ്രബോധകർ കൂടും, വിശ്വാസത്തിന്റെ രഹസ്യങ്ങൾ അറിയത്തില്ലാത്ത ആളുകൾ കൂടും, സഭയുടെ ക്രൈസ്തവ സംസ്കാരത്തിന്റെ വിലയെക്കുറിച്ച് അറിയാത്ത പ്രബോധനങ്ങൾ നടക്കും.
അപ്പോൾ നമ്മൾ കാണിക്കേണ്ട നിതാന്ത ജാഗ്രതയുണ്ട്. നമ്മളിലേക്ക് കൂടെ വരുന്ന ആളുകൾ ആദ്യം നല്ല കത്തോലിക്കരായി, ക്രിസ്ത്യാനികളായി ജീവിച്ച് അവരുടെ മാതൃക കണ്ട ശേഷമാണ് നമ്മൾ അവരെ പ്രബോധകരാക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇന്നലെ മാനസാന്തരപ്പെട്ട സഭയിലേക്ക് വരുന്ന ആളുകൾ മാനസാന്തരത്തിന്റെ വിലയും സൗന്ദര്യവും എല്ലാം അംഗീകരിച്ചുകൊണ്ട് പറയട്ടെ, ജനിച്ച നാൾ മുതൽ വിശ്വാസത്തിൽ നിലനിൽക്കുകയും കർത്താവീശോ മിശിഹ രക്ഷകനാണെന്നുള്ള ബോധ്യത്തിൽ ഒരു ജീവിതകാലം മുഴുവൻ ജീവിക്കുകയും ചെയ്ത, ക്രൈസ്തവ മൂല്യബോധത്തിലും സംസ്കാരത്തിലും അടിയുറച്ചു ജീവിച്ച, വിശുദ്ധ വേദപുസ്തകത്തെ ജീവതീത നിയമമായിട്ട് സ്വീകരിച്ച ഒരു വ്യക്തിയേക്കാൾ എന്ത് മഹത്വമാണ് ഇന്നലെ സഭയിലേക്ക് വന്ന ആളുകൾക്കുണ്ടാവേണ്ടത്? അപ്പോൾ ആദ്യം നമ്മൾ ഒരു വിശ്വാസം ജീവിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് പ്രബോധനത്തിനും പഠിപ്പിക്കലിനും ഇറങ്ങേണ്ടത്. ഈ ഒരു ജാഗ്രത നമുക്ക് കാര്യമായി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും സഭയ്ക്ക് ഉള്ളിൽ നിന്ന് ഇതിനെ ശിഥിലമാക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതിനാൽ തന്നെ പ്രസംഗിക്കുന്നവരെ, പഠിപ്പിക്കുന്നവരെ, ധ്യാനങ്ങൾ നടത്തുന്നവരെ ഒക്കെ നമ്മൾ കൃത്യമായി വിലയിരുത്തുകയും അവർക്ക് ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചും വിശുദ്ധ ബൈബിളിനെ കുറിച്ചും സഭാ ചരിത്രത്തെക്കുറിച്ചും ക്രിസ്ത്യൻ ധാർമ്മികതയെക്കുറിച്ചും ഒക്കെ ആവശ്യം അറിവുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ തികഞ്ഞ നിസ്സംഗതയും അലംഭാവുമായിരിക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു സഭാഗാത്രത്തിന്റെ അന്തചിത്രത്തിലോ തകർച്ചയ്ക്കോ കാരണമായെങ്കിൽ സ്വയം കൃതാനർത്ഥമെന്നല്ലാതെ ജോർജി നമ്മളതിനെ എന്ത് പേരിട്ട് വിളിക്കും? നമ്മൾ കേട്ടു ഈ വൈദികൻ പറഞ്ഞത് എന്താണ്, ആരെ പറ്റിയാണെന്നൊക്കെ മലയാളികൾക്ക് പേര് പറയാതെ തന്നെ മനസ്സിലാകും. എന്നാൽ ഇവിടെ ഈ വൈദികനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, പ്രിയപ്പെട്ട വൈദിക, അദ്ദേഹത്തെ വിമതനെന്നോ സഭാവിരുദ്ധനെന്നോ ഒന്നും വിളിക്കുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം അദ്ദേഹം സഭയെ സ്നേഹിക്കുന്ന ഒരു വൈദികൻ തന്നെയാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അദ്ദേഹത്തോട് ചോദിക്കുവാനുള്ള ഒരു കാര്യം, താങ്കൾ ഈ പറയുന്ന ട്രോജൻ കുതിരകൾ ഈ പറയുന്ന ചുരുക്കം ചില ആളുകൾ മാത്രമാണോ? നമ്മുടെ സീറോ മലബാർ സഭയിലെ സിനഡിൽ എത്ര ട്രോജൻ മെത്രാന്മാരുണ്ട്, എത്ര ട്രോജൻ കുതിരകളായിട്ടുള്ള മെത്രാന്മാരുണ്ട് എന്ന് താങ്കൾ പറയണം. എറണാകുളം അതിരൂപതയിലെ 350ഓളം വരുന്ന സഭാവിരുദ്ധരായിട്ടുള്ള ക്ഷുദ്രശക്തികളായിട്ടുള്ള സഭയെ നശിപ്പിക്കുവാൻ കെട്ടിറങ്ങിയിട്ടുള്ള, സഭയെ നശിപ്പിക്കുവാൻ അച്ചാരം വാങ്ങിയിട്ടുള്ള ലോകത്തൊഴിലാളികൾ എല്ലാവരും ട്രോജൻ കുതിരകളല്ലേ വൈദിക എന്ന് താങ്കളോട് ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് താങ്കൾ അവരുടെയൊന്നും പേരുകൾ എടുത്തു പറയാത്തത്? കാരണം ഇവിടെ അൽമായരായിട്ടുള്ള ചില സുവിശേഷ പ്രസംഗകർ, അവരാരുമായിക്കോട്ടെ, അവരെന്തുമായിക്കോട്ടെ, അവരെ മാത്രം ഒറ്റപ്പെടുത്തുവാനും കുറ്റപ്പെടുത്തുവാനും താങ്കൾ തുനിയുമ്പോൾ സീറോ മലബാർ സഭയുടെ സിനഡിനുള്ളിലുള്ള ട്രോജൻ കുതിരകളായിട്ടുള്ള മെത്രാന്മാരെ താങ്കൾ എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു? എറണാകുളത്തെ പൈശാചിക ശക്തികളായിട്ടുള്ള ലോകത്തൊഴിലാളികളെ താങ്കൾ എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു വൈദിക? താങ്കൾക്ക് അതിനുള്ള കെൽപ്പില്ലേ അവരെ പറ്റി പറയുവാൻ? താങ്കൾ ഇവിടെ പറയുന്ന അൽമായരെ പറ്റി, അതിൽ ഒരാളെ പറ്റി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ അധികം വാർത്തകൾ വരുന്നത് മലയാളികൾ വായിച്ചു കഴിഞ്ഞതാണ്. അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക പീഡനങ്ങൾ വരെ നടത്തി പോലീസ് കേസായി എന്നൊക്കെ പറയുന്നു. അതിനു മുമ്പ് മറ്റൊരാളെ സഭയുടെ പ്രബോധനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി എന്ന് പറയുന്നു. അദ്ദേഹം വളരെയധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കാരണം മറ്റുള്ള ലോകത്തൊഴിലാളികളായിട്ടുള്ള ധ്യാന ഗുരുക്കന്മാരുടെ ജീവിതം വഴിമുട്ടുന്നെന്നോ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തുമ്പോൾ അവരെ വീണ്ടും അധിക്ഷേപിക്കുവാൻ വേണ്ടി താങ്കൾ മുതിരരുതായിരുന്നു. കാരണം താങ്കൾ ട്രോജൻ കുതിര എന്ന് പറയുമ്പോൾ അതിലും വലിയ ട്രോജൻ കുതിരകൾ നമ്മുടെ സീറോ മലബാർ സഭയുടെ സിനഡിലുണ്ട് എന്നുള്ള സത്യം താങ്കൾ ഓർക്കണം. സിനഡിലെ മെത്രാന്മാർ എത്ര പേര് മാർപ്പാപ്പയെ അനുസരിക്കുന്നു, എത്ര പേര് സഭയെ അനുസരിക്കുന്നു? എറണാകുളത്തുള്ള ലോകത്തൊഴിലാളികൾ എത്ര പേര് മാർപ്പാപ്പയെ അനുസരിക്കുന്നു, എത്ര പേര് സഭയെ അനുസരിക്കുന്നു? സഭയുടെ പാരമ്പര്യം എത്ര പേര് കാത്തു സൂക്ഷിക്കുന്നു എന്നുകൂടി താങ്കൾ മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ. നമ്മൾക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ കത്തോലിക്കരെ മുഴുവനായിട്ട് ക്രിസംഗി എന്ന് വിളിച്ച ഒരു ലോകത്തൊഴിലാളിയുണ്ട്, ഒരു പയ്യനുണ്ട് എറണാകുളത്ത്. അവന്റെ സ്ഥിരം പരിപാടി അൾത്താരയിൽ നിന്ന് ജനങ്ങളെ പ്രാകുകയും ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും രാഷ്ട്രീയ പ്രസംഗം നടത്തുകയും അത്തരത്തിലുള്ള
ബൈബിളിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ്. അവരൊക്കെയാണോ സീറോ മലബാർ സഭയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നത്? താങ്കൾ പറയുന്നു പാരമ്പര്യം ഉയർത്തിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ സീറോ മലബാർ സഭയുടെ തനതായ പാരമ്പര്യം എന്ന് പറയുന്നത് അൾത്താര അഭിമുഖ ബലിയർപ്പണമാണ്. പൂർണ്ണമായും അൾത്താര അഭിമുഖ ബലിയർപ്പണമാണ്. അതിന് എത്ര മെത്രാന്മാർ തയ്യാറാകുന്നുണ്ട്? അതിന് എത്ര ലോക തൊഴിലാളികൾ തയ്യാറാകുന്നുണ്ട്? വൈദിക, അതുകൂടി താങ്കൾ പറയണം. ഇതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചാൽ പോലും ദൈവത്തിന് പക്ഷപാതമില്ല എന്ന് താങ്കൾ അറിയണം. അപ്പസ്തോല പ്രവർത്തനം 10:35 പറയുന്നു, സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏതു ജനതയിൽപ്പെട്ടവനായാലും അവിടുത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയുന്നു. ഇത് അപ്പസ്തോല പ്രവർത്തനമാണ്. അതുപോലെ തന്നെ വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ പറഞ്ഞു, നിങ്ങളും വിവേചന ശക്തിയില്ലാത്തവരാണോ? പുറമേ നിന്ന് മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കുകയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അവൻ തുടർന്നു, ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 7:20 പറയുന്നത് എന്താണ്? ദുഷ്ചിന്ത, മോഷണം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത, ഈ തിന്മകളൊക്കെയും മനുഷ്യനെ അശുദ്ധനാക്കുന്നതാണ്. ഇത് പുറമേ നിന്ന് വരുന്നതല്ല, അകത്ത് നിന്ന് വരുന്നതാണ്. അപ്പോൾ താങ്കൾ പറയുന്നത് പോലെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ സീറോ മലബാർ സഭയിലേക്ക് വന്ന അൽമായർ സുവിശേഷം പ്രസംഗിക്കുന്നതിനേക്കാൾ എന്ത് മേന്മയാണ് ഇവിടെ നിന്ന് അകത്ത് ദുഷ്ടതയുള്ള ഈ ലോക തൊഴിലാളികൾ സുവിശേഷം പ്രസംഗിക്കുന്നത് എന്നുകൂടി താങ്കൾ പറയണം. മർക്കോസിൽ സുവിശേഷം 7:22-23 പറയുന്നത്, എന്നോട് കൂടെ അല്ലാത്തവൻ എന്റെ എതിരാളിയാണ്. ഇവിടെ മർക്കോസിന്റെ സുവിശേഷം 7:22 പറയുന്ന ദുശ്ചിന്ത, മോഷണം തുടങ്ങിയ ഇത്രയും വലിയ മാരക പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിൽ മുഴുകിയിരിക്കുന്ന, ദൈവത്തിനെതിരായിട്ട് പാപം ചെയ്യുന്ന എറണാകുളത്തെ ലോക തൊഴിലാളികളും സിനഡിലെ ചില മെത്രാന്മാരും അവരാണോ ശരിക്ക് നല്ല കത്തോലിക്കർ എന്നുകൂടി വൈദിക താങ്കൾ പറയണം. താങ്കൾ പറയുന്നതനുസരിച്ച് ഇവരൊക്കെ നല്ല കത്തോലിക്കരും കഴിഞ്ഞ ഇടയ്ക്ക് കത്തോലിക്ക തിരുസഭയിലേക്ക് കടന്നു വന്ന, അതിപ്പം മുസ്ലിം സമുദായത്തിൽ നിന്നാണെങ്കിലും ഹിന്ദു സമുദായത്തിൽ നിന്നാണെങ്കിലും വെള്ളമടിച്ച് ബോധം നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നീട് നന്നായി വന്നവരാണെങ്കിലും പെന്തക്കോസ്ത് സഭയിൽ നിന്നാണെങ്കിലും അവരൊക്കെ സുവിശേഷ പ്രഘോഷണം നടത്തുമ്പോൾ ഏതായാലും എറണാകുളത്ത് ഈ ദുശ്ചിന്തകളുള്ള ലോകത്തൊഴിലാളികള് അല്ലെങ്കിൽ ദുശ്ചിന്തകളുള്ള മെത്രാൻ വേഷധാരികള് അവരെക്കാളൊക്കെ ദൈവ തിരുമുൻപിൽ ഇവർ പുണ്യവാന്മാരായിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവനവൻ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ദൈവം അവരെ വിധിക്കട്ടെ വൈദിക. അല്ലാതെ താങ്കൾ ആരാണ് അവരെ വിധിക്കുവാനുള്ളത്? അവരുടെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഇവർ നല്ല കത്തോലിക്കരല്ല എന്നുള്ളത്? നല്ല കത്തോലിക്കർ എന്ന് ഉദ്ദേശിക്കുന്നത് താങ്കൾ എന്താണ് എന്നുകൂടി പറയുകയാണെങ്കിൽ ഞങ്ങളെ പോലുള്ളവർക്കും മനസ്സിലാകും. ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുവാനുള്ളത് സാവൂളിന്റെ മാനസാന്തരം, അതിനുശേഷം അദ്ദേഹം പൗലോസായി മാറിക്കഴിഞ്ഞപ്പോൾ, ആദ്യം അദ്ദേഹത്തിന് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ, അനനിയാസിനോട് സാവൂളിനെ ചെന്ന് കാണുവാൻ കർത്താവ് പറഞ്ഞപ്പോൾ അനനിയാസ് ആദ്യം അതിനെ എതിർത്ത് പറയുകയാണ് ചെയ്തത്. കർത്താവേ, അവൻ അങ്ങയുടെ ശിഷ്യന്മാർക്കെതിരെയും അങ്ങയുടെ അനുയായികൾക്കെതിരെയും വലിയ പാപങ്ങൾ ചെയ്യുന്നവനാണ്. അപ്പോൾ കർത്താവ് അനനിയാസിനോട് എന്താണ് പറഞ്ഞത്? നീ പോവുക, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ എന്റെ നാമം വഹിക്കുവാൻ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണവൻ. ഇവിടെ മനുഷ്യനല്ല തെരഞ്ഞെടുക്കുന്നത്, കർത്താവാണ് തിരഞ്ഞെടുക്കുന്നത്. അതിലും വലുതായിട്ടുള്ള വലിയ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ഇവിടെ ശതാധിപനായ കൊർണോലിയസിന്റെ ഭവനത്തിൽ പത്രോസിന്റെ പ്രഭാഷണത്തിലുള്ള ഭാഗങ്ങളാണിത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? സ്വർഗം തുറന്നിരിക്കുന്നതും വലിയ വിരിപ്പ് പോലുള്ള ഒരു പാത്രം 4 കോണിലും പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്നതും ഞാൻ കണ്ടു. ഭൂമിയിലെ എല്ലാത്തരം നാൽക്കാലികളും ഇഴജന്തുക്കളും ആകാശ പറവകളും അതിലുണ്ടായിരുന്നു. ഒരു സ്വരവും അവൻ കേട്ടു, പത്രോസേ, എഴുന്നേൽക്കുക,
നീ ഇവയെ കൊന്നു ഭക്ഷിക്കുക. പത്രോസ് പറഞ്ഞു, കർത്താവെ, ഒരിക്കലുമില്ല, മലിനമോ അശുദ്ധമായതോ ഒന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല. രണ്ടാമതും അവൻ ആ സ്വരം കേട്ടു, ദൈവം വിശുദ്ധീകരിച്ചവ മലിനമെന്ന് നീ കണക്കാക്കരുത്. ഇതേ ബൈബിൾ വചനം തന്നെയാണ് ഈ വൈദികനോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ദൈവം വിശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് പറയുവാൻ മനുഷ്യൻ ആരാണ് വൈദിക? താങ്കൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് തപ്പുന്നതിന് മുമ്പ് സ്വന്തം കണ്ണിലെ തടി തപ്പുവാൻ നോക്ക്. താങ്കൾ ഒരിക്കലും ഒരു വിമതനല്ല, താങ്കൾ ഒരിക്കലും ഒരു സഭാ ശത്രുവല്ലെന്നൊക്കെ നമ്മൾക്കറിയാം. എങ്കിലും താങ്കൾ അങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ, അവരെ പിന്താങ്ങുമ്പോൾ, താങ്കളും ദൈവത്തിന്റെ മുമ്പിൽ ഒരു വിമതനായി മാറുകയാ. കാര്യം ഇതിലും വലിയ മഹാപാപികൾ സിനഡിലെ മെത്രാന്മാരുടെ കൂട്ടത്തിലുണ്ട്. ട്രോജൻ കുതിരകൾ വരെയുള്ളതാണ് സീറോ മലബാർ സഭയിലെ സിനഡ് എന്ന് പറയുന്നത്. അതിലുപരി 350ഓളം വരുന്ന സഭാവിരുദ്ധ, സഭാ ശത്രുതയുള്ള, പൈശാചിക ചിന്താഗതിയുള്ള, സഭയ്ക്കും മാർപ്പാപ്പയ്ക്കുമെതിരെ പ്രവർത്തിക്കുന്ന ലോക തൊഴിലാളികളെ കണ്ടിൽ നിന്ന് നടിക്കുകയാണോ വൈദിക താങ്കൾ ചെയ്യുന്നത്? ഇവിടെ എടുത്തു പറയുവാനുള്ളത്, അണലി സന്തതികളെ, ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ ഇതൊക്കെ കാണുന്ന ഒരാൾ മുകളിലുണ്ട് എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകണം. എന്തൊക്കെയായാലും സോഷ്യൽ മീഡിയയിൽ വരുന്ന റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഈ യുവ വൈദികൻ പറയുന്നത് പോലെ സുവിശേഷ പ്രസംഗകരായി സമൂഹ മധ്യത്തിൽ വരുന്ന, അല്ലെങ്കിൽ കർത്താവിനെ വിറ്റുകാശാക്കുന്ന, അതിപ്പം അൽമായരായാലും വൈദിക വേഷധാരികളായാലും എല്ലാവർക്കും പണമാണ് വലുത് എന്നാണ് ഇപ്പോൾ ഇത്തരം വാർത്തകൾ തെളിയിക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ അടിവെച്ചത് പോലും പണത്തിന്റെ മുകളിലാണ്, പണം വീതിക്കുന്നതിന് മുകളിലാണെന്ന് സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് വൈദികരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തന്നെയാണ്. ധ്യാന കേന്ദ്രങ്ങളുടെ മറവിൽ പണസമ്പാദനമാണ്. കർത്താവിനെ വിറ്റ് കാശാക്കുന്ന ധ്യാന കേന്ദ്രങ്ങളും ധ്യാന ഗുരുക്കന്മാരും, അത് വൈദിക വേഷധാരികളായാലും അൽമായ പ്രേക്ഷിത വേഷധാരികളായാലും, കർത്താവിനെ വിറ്റ് കാശാക്കുന്ന ഈ മനോഭാവം മാറാതെ സഭ നന്നാകില്ല, കത്തോലിക്ക സഭ പ്രത്യേകിച്ച് നന്നാകില്ല എന്ന് മാത്രമേ പറയുവാനുള്ളൂ. സഭയുടെ പാരമ്പര്യമാണ് താങ്കൾ നോക്കുന്നെങ്കിൽ, സഭയുടെ അടിത്തറയാണ് താങ്കൾ നോക്കുന്നതെങ്കിൽ, ആദ്യം ഉപദേശിക്കേണ്ടത് അൽമായരെ അല്ല വൈദിക, ആദ്യം ഉപദേശിക്കേണ്ടത് ലോക തൊഴിലാളികളെയാണ്. അതിനുശേഷം മെത്രാന്മാരെയാണ്, മെത്രാൻ വേഷധാരികളെയാണ്. താങ്കൾക്ക് അതിനുള്ള ആർജവം നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ നൽകട്ടെ, അതിനുള്ള ധൈര്യം ഉണ്ടാകട്ടെ. ഈ പുഴുക്കുത്തുകളെ, നിങ്ങൾ പുഴുക്കുത്തുകളാണ്, നിങ്ങൾ ട്രോജൻ കുതിരകളാണ് എന്ന് പറയാനുള്ള ആർജവം താങ്കൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.